ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം മച്ചാമാരെ, ഇന്ന് നമ്മൾ പറയാൻ പോണ ഈ വരുന്ന വ്യാഴാഴ്ച നമ്മുടെ കൊനാമിയുടെ അല്ലെ ഈ ഫുട്ബോളിന്റെ അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്കറിയാം, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന കുറേ മോഡും കാര്യങ്ങളും എല്ലാം വരാൻ പോകണം. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഏകദേശം കുറച്ചൊക്കെ കൺഫേം ആണ് ഗൈസ്. കുറേയൊക്കെ കാര്യങ്ങൾ എന്താ പറയുക, നമുക്ക് അല്പം കിട്ടിയല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വരുന്നതിനനുസരിച്ച് ഉറപ്പായിട്ട് എല്ലാം പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ് ചെയ്യാൻ കാണുന്നുണ്ട്, ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും സബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാം മച്ചാമാരെ. ഓക്കെ, അപ്പോൾ മച്ചാമാരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ പറയാൻ പോകണമെന്ന് വെച്ചാൽ നമുക്കിനി എന്താ പറയുക, ഇപ്പൊ കിട്ടിയൊരു കൺഫർമേഷൻ എന്ന് വെച്ചാൽ ഏകദേശം ഉറപ്പില്ല, നമുക്ക് എന്തായാലും ഉറപ്പിക്കാൻ ഗൈസ്. ഈ ഒരു മേജർ അപ്ഡേറ്റിന് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കൊല്ലമായാലും എപ്പോഴായാലും മേജർ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു 1.5 GB മുകളിൽ അപ്ഡേറ്റ് ഉള്ളൊരു അപ്ഡേഷൻ ആയിരിക്കും നമ്മുടെ കൊനാമി അല്ലെ ഈ ഫുട്ബോൾ തരുന്ന അപ്ഡേറ്റ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഗൈസ്. അപ്പം ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഒരു 3 കൊല്ലമായി മാസ്റ്റർ ലീഗ് എന്ന് പറഞ്ഞ സംഭവം ഇതുവരെ വന്നിട്ട് കൂടിയില്ല. ഡാറ്റാബേസിൽ കിടന്നിട്ട് കുറേ ആയി. ഇപ്പോൾ 2020 ഇത് ഓൾറെഡി വന്നത്. അപ്പം ഇപ്പോൾ ഒരു പറയുന്ന നിഗമനം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു മേജർ അപ്ഡേറ്റ് ഉണ്ട്. അതായത് നിങ്ങൾക്കറിയാം, കൊനാമി ഒരിക്കലും അവർക്ക് പൈസ കിട്ടാണ്ട് അവർ ഒരിക്കലും ഈ ഒരു കാര്യങ്ങളൊന്നും ഇറക്കില്ല. അപ്പം ഇത്രയും കൊല്ലം കൊണ്ടായതുകൊണ്ട്, നമ്മൾ ഇത്രയും യൂസേഴ്സ് ചെയ്യുന്നതുകൊണ്ടും ഇത്രയും മില്യൺ ഡൗൺലോഡ്സ് ആയതുകൊണ്ടും അവർ ഈ ഒരു കൊല്ലം, അതായത് ഈ ഒരു മേജർ അപ്ഡേറ്റിന് ഉറപ്പില്ലാത്ത ഗൈസ്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്നൊരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കാന്ന് മാത്രമേ ഉള്ളൂ. 4.5 GB മിക്കവാറും മേജർ അപ്ഡേറ്റ് കാണുമെന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാട്ടോ, 4.5 GB ഉണ്ടെങ്കിൽ മാസ്റ്റർ ലീഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു തോട്ട് എങ്ങനെയാണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതായത് 4.5 GB ഉണ്ടാവും, മാസ്റ്റർ ലീഗ് വരണോ വരണ്ടയോ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വരുന്നതുകൊണ്ടുള്ള ഗുണങ്ങളും പറയാട്ടോ മച്ചാമാരെ. അപ്പം നിങ്ങളിപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ, നമ്മൾ ഓൾറെഡി നമ്മുടെ ഇന്ന് രാവിലെ നോക്കിയപ്പം ചൈനീസ് വേർഷനിൽ ഡിബലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം മച്ചാമാരെ, മിക്കവാറും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇനിയിപ്പോൾ നിങ്ങൾക്കറിയാം മാച്ച് പാസ് ഒക്കെ പുതിയതാക്കാൻ പോവാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്തവർക്കൊക്കെ ഇനി തൊട്ടെടുക്കാൻ പറ്റും. അപ്പം ഡിബെല്ലയുടെ ഒരു കാർഡ് കിടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റൊണാൾഡോൻ്റെ ഒരു ഈ അടുത്ത് വന്നില്ല, നമ്മുടെ അൽനാസറിൻ്റെ ഒരു കാർഡ്, അത് റിപ്പീറ്റ് പാക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മച്ചാമ്മരെ, എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ 2008 മോഡല് എപ്പിക് ടൈപ്പ് റൊണാൾഡോയുടെ കാർഡ്, ജുവൻറ്റസ് കാർഡ് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു കൊനാമി മിക്കവാറും ഈ ഒരു മേജർ അപ്ഡേറ്റിന് കാണിക്കാൻ പോകുന്ന പരിപാടി ഈ ഒരു റൊണാൾഡോ കാർഡാണ്. ഞാൻ ഒരിക്കലും ഈ ഒരു റൊണാൾഡോ കാർഡ് മോശമാണെന്നല്ല പറയുന്നത്, ഈ ഒരു റൊണാൾഡോ കാർഡാണെന്ന് തോന്നി ഇവർ റിപ്പീറ്റ് പാക്കായിട്ട് ഇറക്കാൻ ചാൻസ്. എന്താ ചെയ്യുക ഗൈസ്, നമ്മൾ ഇത്രയും കാലമുള്ള പ്രതീക്ഷയാണ് ഇവർ കൊണ്ടുപോയി കളയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഇതൊരു കൺഫർമേഷൻ അല്ല. പക്ഷേ ഇത് ഓൾറെഡി നമ്മുടെ ചൈനീസിൻ്റെ ഇന്ന് രാവിലത്തെ വന്ന് കിടപ്പുണ്ട്. അപ്പം അവർക്ക് മുമ്പേ വരും, നമുക്കത് കഴിഞ്ഞിട്ടായിരിക്കും വരിക. അപ്പം മിക്കവാറും കൊനാമി ഇതിനുള്ള ഒരു പരിപാടി കാണിക്കുന്നുണ്ട്, തന്ത്രം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം നിങ്ങളിത് എടുക്കുമെന്ന്. പിന്നെ അതുപോലെ തന്നെ ഗൈസ്, നിങ്ങൾക്കറിയാം നമ്മൾ ഓൾറെഡി നമ്മുടെ അംബാസഡറാണ് നെയ്മർ, സുവാരസ്, മെസ്സി. നിങ്ങൾക്കറിയാം, നമുക്ക് എപ്പോൾ ആണെങ്കിലും, ഞാൻ ഒരിക്കലും കുറ്റം പറയല്ല കേട്ടോ, ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മെസ്സിയും സുവാരസും നെയ്മർ നല്ല കാർഡുകളാണ്. നമ്മുടെ പുതിയ ബിഗിനേഴ്സിനായിക്കോട്ടെ, നമ്മുടെ പുതിയതായി വരുന്നവർക്കായിക്കോട്ടെ, ഇതുവരെ കിട്ടാത്തവർക്കായിക്കോട്ടെ, എല്ലാവർക്കും ഇനിയിപ്പം മിക്കവാറും എനിക്ക് തോന്നുന്നു സ്പെഷ്യൽ ലോഗിൻ പ്രസന്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാർഡിൽ ഒരാളെ തരാൻ ചാൻസ് ഉണ്ട് നമ്മുടെ അപ്ഡേറ്റിൻ്റെ അന്ന് കേട്ടോ, വ്യാഴാഴ്ചയാണ്. പിന്നെ ഗൈസ്, നിങ്ങൾക്കറിയാം നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് പോവുകയാണ്. അപ്പോൾ പെർഫെക്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു കാർഡ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കേസ് നമുക്ക് പുതിയ മാച്ച് പാസ് എത്തുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ കേസ്, നിങ്ങൾക്കറിയാം ഡെക്ലാൻ റൈസ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ളൊരു പ്ലെയറാണ് നമ്മുടെ ഈ ആർസണലിൻ്റെ കഴിഞ്ഞ ദിവസത്തെ മാച്ച്. അപ്പം അതുകൊണ്ട് തന്നെ മിക്കവാറും ഡെക്ലാൻ റൈസിൻ്റെ ഒരു പാക്ക് വരുന്നുണ്ട്. പിന്നെ മച്ചാമാരെ, നിങ്ങളെല്ലാവരും നാളത്തെ ഒരു പാക്ക് എടുക്കുന്നുണ്ടോ എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നല്ലൊരു ഗോളി ഇല്ലാത്തവരൊക്കെ നാളെ നമ്മുടെ ചെക്കിന് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഞാനും എടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോ ട്രിക്കൊക്കെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം മച്ചാമാരെ, പിന്നെ ഓൾറെഡി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഓൾറെഡി പറഞ്ഞായിരുന്നു വിയേര ഒന്നും ഇല്ലാന്ന്. അപ്പം വിയേരൻ്റെ ഈ ഒരു നാഷണൽ ഗാർഡിയൻസിൻ്റെ പാക്ക് റിപ്പീറ്റ് വരാൻ വളരെ ചാൻസ് ആണ്. കാരണം ഇതിന് ഭയങ്കര എന്താ പറയുക, പ്രോബിലിറ്റി ഉള്ളൊരു പാക്കാണ്. കാരണം ഞാൻ നോക്കിയപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി ഈ ഫുട്ബോളിൻ്റെ ഒരു സൈറ്റിൽ പോയി നോക്കിയപ്പോൾ ഈ ഒരു പാക്കൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഈ ഒരു പാക്ക് റിപ്പീറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. പിന്നെ ഗൈസ്, നിങ്ങൾക്കറിയാം നമ്മളോട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചൊരു കാര്യമാണ്, MSN റിപ്പീറ്റ് വരുമോ അല്ലെങ്കിൽ ബിഗ് ടൈം മെസ്സിൻ്റെ റിപ്പീറ്റ് വരുമെന്ന്. ഈ 2 കാർഡുകളും റിപ്പീറ്റ് വരും ഗൈസ്. അപ്പം അതിനുള്ള കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് നമ്മുടെ മെസ്സിക്ക് ഭയങ്കര ചാൻസ് ആണ്. അപ്പം മിക്കവാറും കൊനാമി ഈ ഒരു കാർഡുകൾ റിപ്പീറ്റ് അടിക്കും ഗൈസ്. കാരണം നിങ്ങൾക്കറിയാം, കൊനാമി ഒന്നെങ്കിൽ നമ്മളെ തേക്കും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരും. അപ്പം മിക്കവാറും കൊനാമിയുടെ മേജർ അപ്ഡേറ്റിന് ശേഷം ഈ ഒരു കാര്യം കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ മച്ചാമാരെ, നിങ്ങളൊക്കെ അറിയാം, കഴിഞ്ഞ ദിവസം നമ്മുടെ ഡാറ്റാബേസിൽ കുറേ പ്ലേയേഴ്സ് കിടക്കുന്നുണ്ട്, വാൻ ബാസ്റ്റൻ, ഗുള്ളിറ്റ്, റൈഗാർഡ്. അപ്പം ആ ഒരു പ്ലേയേഴ്സിന് കിട്ടാൻ ചാൻസ് ഉണ്ട്, ഡാറ്റാബേസിൽ കിടപ്പുണ്ട്. അപ്പോൾ റൊണാൾഡീനിയൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു മാസം ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പാക്കുകളൊക്കെ ഉറപ്പായിട്ട് കൺഫേംഡ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ മച്ചാമാരെ, ഡാറ്റാബേസിൽ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണ് നമ്മുടെ മറഡോണേൻ്റെ ഒരു പാക്ക്. ഈ ഒരു പാക്ക് കൺഫേംഡ് ആണ്. കാരണം ഡാറ്റാബേസിൽ കിടപ്പുണ്ട്. പക്ഷേ നമുക്ക് ഇത് എപ്പോഴാണ് കിട്ടുക എന്നറിയില്ല. അതായത് 1 മാസത്തിനുള്ളിൽ എന്തായാലും ഈ ഒരു കാർഡൊക്കെ വരുന്നതായിരിക്കും.
പിന്നെ മച്ചാനെ ക്രൈഫിൻ്റെ ഒരു മാനേജർ പാക്കും കിടപ്പുണ്ട്. പിന്നെ കഴിഞ്ഞ് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ യമാലിൻ്റെയും പിന്നെ കുറച്ച് പ്ലേയേഴ്സിൻ്റെയും സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുന്നതാണ് ഈ ഒരു കൊനാമിയുടെ അപ്ഡേറ്റിലൂടെ പറയുന്നത്. പിന്നെ കാര്യം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം തന്നെയാണ് മാസ്റ്റർ ലീഗിൻ്റെ കാര്യം. അപ്പം മച്ചാമാരെ എനിക്ക് തോന്നുന്നത് ഇവരിപ്പോൾ പറഞ്ഞ 4.4 എന്നാണ്. അപ്പം കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ മാസ്റ്റർ ലീഗിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം, അതായത് നിങ്ങൾക്കറിയാം ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അപ്ഡേറ്റിൻ്റെ സമയത്താണ് നമ്മുടെ സെലിബ്രേഷനൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാം മിക്കവാറും മൈ ലീഗിലൊക്കെ നമ്മളിങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് സെലിബ്രേഷൻ ഉണ്ടാവുമല്ലോ, പൂക്കുറ്റിയൊക്കെ, അതേപോലത്തെ സംഭവം കുറച്ച്, അതായത് ഞാൻ പറഞ്ഞു മൊത്തമല്ല, കുറച്ച് കാര്യങ്ങൾ ഈ ഒരു അപ്ഡേറ്റിലൂടെ അവർ മാറ്റുമെന്നാണ് കണ്ടത്. അതായത് മുഴുവനായിട്ട് നല്ല കേട്ടോ, 10% മാത്രം. അതായത് നമ്മുടെ മാനേജറിനെ എടുത്ത് കാണിക്കും. പിന്നെ അതുപോലെ ഈ ടേബിള്, കസാര, അങ്ങനെയുള്ളൊരു ചെറിയ സെറ്റപ്പ്, അങ്ങനെയുള്ളൊരു ചെറിയ സെറ്റപ്പും കൂടെ ആഡ് ചെയ്യുന്നതാണ് കേട്ടത്. അപ്പം എന്തായാലും ഇത് വരട്ടെ, കാരണം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കേസ് നല്ല കിടിലാവും കൊനാമി അല്ലെ ഈ ഫുട്ബോൾ. അപ്പോൾ എന്തായാലും കേസ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ മച്ചാമാരെ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ തോട്ട്സ് എന്താണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഈ ഒരു മാസ്റ്റർ ലീഗിന് വേണ്ടി നിങ്ങൾ എത്രത്തോളം GB, അതായത് മേജർ അപ്ഡേറ്റിന് വേണ്ടി GB കൊടുക്കുമെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കറിയാലോ ഈ മാനേജർ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അത്യാവശ്യം വെളിവുള്ളവൻ വന്നാൽ മതിയായിരുന്നു. കാരണം നമ്മൾ ഈ ഗ്ലോബൽ യൂസേഴ്സിന് സത്യം പറഞ്ഞാൽ കുറേ ഒന്നും കിട്ടുന്നില്ല. അതിൻ്റെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു 100 ഇരട്ടി നമ്മുടെ ചൈനീസുകാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലൊരു 50% കിട്ടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ എല്ലാ പ്രാവശ്യവും നല്ല പ്രതീക്ഷ വെക്കുന്നുണ്ട് മേജർ അപ്ഡേറ്റിന്. ഇപ്രാവശ്യമെങ്കിലും കൊനാമി വലിയ കുഴപ്പമില്ലാണ്ട് നമ്മുടെ എല്ലാ യൂസേഴ്സിനും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കുറച്ച് കാര്യങ്ങളെങ്കിലും തന്നാൽ മതി. വലുതായിട്ടൊന്നും തരുന്നില്ല, വലിയ കുറച്ചെങ്കിലും തരിക എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും മച്ചാമരെ മറ്റൊരു വീഡിയോ കാണുന്നിരിക്കും. പിന്നെ അതുപോലെ കഴിച്ച് നമ്മൾ ചിലപ്പോൾ മച്ചാമരെ ഇന്ന് ലൈവ് ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഉഷാറായി വരാം, നിങ്ങൾ ഉറപ്പായിട്ടും കാണണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നിരിക്കും. ബൈ ഗൈസ്.